ഭാരതവും ഒരുപക്ഷെ സ്വർഗവും ഇന്നലെ കൈയടിച്ചിട്ടുണ്ടാകാം. ഇന്ത്യ ഓസ്ട്രേലിയയ്ക്ക് മേൽ ഇന്നലെ നേടിയ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്നലെ നേടിയ ആ ഒരു വിജയം കണ്ടപ്പോൾ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരുടെ മുന്നിൽ, ഒരു രാജ്യത്തിൻ്റെ മുന്നിൽ ധീരതയോടെ ആ വിജയത്തിന് ശേഷം ആ വിജയ ശില്പിയായി മാറിയ, പ്ലെയർ ഓഫ് ദി മാച്ചായി മാറിയിട്ടുള്ള ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്ന 25 വയസ്സുള്ള ആ ഒരു പെൺകുട്ടി നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം. തൻ്റെ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സ്വന്തം കഴിവുകൾക്കല്ല അവൾ നൽകിയത്, മറിച്ച് അത് കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിന് തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു വിശ്വാസ പ്രഘോഷണത്തിന് പിന്നിൽ അധികം ആർക്കും അറിയാത്ത ഒരു ചരിത്രം കൂടിയുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ ഏറെ അപമാനങ്ങളും നിന്ദനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, ചെറുപ്രായത്തിൽ തന്നെ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ജമീമ റോഡ്രിഗസ്. ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തു വിശ്വാസത്തെ പ്രതി നിന്ദനങ്ങളും അപമാനങ്ങളും ഏൽക്കേണ്ടി വന്നാലും ആ അപമാനങ്ങൾ ഏറ്റ വ്യക്തികളെ ഒരു ദിവസം, ഒരു ദിനം കർത്താവ് സ്വർഗം തന്നെ മാനിക്കുന്ന, ഉയർത്തുന്ന ഒരു ദിനമുണ്ടാകും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജമീമ റോഡ്രിഗസ്. ഈ ജമീമ റോഡ്രിഗസ് എന്തുകൊണ്ട് ഒരു താരമായി മാറി? അത് ഭാരതത്തിൻ്റെ മാത്രമല്ല, സ്വർഗത്തിൻ്റെ കൂടി ഒരു താരമായി മാറി ഇന്നലത്തെ വിശ്വാസ പ്രഘോഷണത്തിലൂടെ എന്ന ആ ഒരു വസ്തുത, അതിൻ്റെ ആഴങ്ങളിലേക്ക് പരിശോധിക്കുകയാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിലൂടെ. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ. അരുൺ റോബിൻ, ഇന്ത്യക്ക് ആകമാനം വളരെ ആഹ്ലാദിക്കാവുന്ന, ഒരു അഭിമാനിക്കാവുന്ന ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് സ്പോർട്സ് പ്രേമികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവർക്കും അറിയാവുന്നതുപോലെ എന്താണ് പറയുന്നത്, വളരെ ഒരു രോമാഞ്ചം ജനിപ്പിക്കുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ രാത്രി നടന്നത്. വേൾഡ് കപ്പ്, വനിതാ വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, വളരെ ഹൈ പ്രഷറായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇന്ത്യ സെക്കൻഡ് ബാറ്റിങ്ങിന് ഇറങ്ങിയത്. 338 എന്നൊരു ടാർഗറ്റ്, അത് ഓസ്ട്രേലിയ പോലുള്ള ഒരു ടീമിനെ നേരിടുമ്പോൾ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ മാച്ചിലൂടെ ഒരു നാഷണൽ ഹീറോ ആയിട്ട് മാറിയ ജമീമ ജെസിക്ക റോഡ്രിഗസ് എന്ന് പറയുന്ന 25 വയസ്സുള്ള ഒരു ജെൻസി കിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 2000-ലാണ് ജമീമയുടെ ബർത്ത്ഡേ വരുന്നത്, 2000-ലാണ്. അപ്പോൾ ജെൻസി കിഡാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഈ ജെൻസി കിഡ് അല്ലെങ്കിൽ ന്യൂജൻ കുട്ടികൾക്കിടയിൽ വിശ്വാസം ശോഷിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു അപവാദമായിട്ട് കഴിഞ്ഞ രാത്രി ഈ ജമീമ ജെസിക്ക റോഡ്രിഗസ് നിലകൊള്ളുന്ന ഒരു കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. അതായത് വളരെയധികം ഒരു നാഷണൽ അറ്റൻഷൻ കിട്ടിയ ഒരു മാച്ച്. ജമീമയുടെ ഒറ്റ ഒരു പെർഫോമൻസിലൂടെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിച്ചത്. 127 റൺസ്, 134 ബോളിൽ 127 റൺസ് എടുക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും ആ വിജയത്തിൻ്റെ ആ ഒരു കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ജമീമ കാണിച്ച ആ ഒരു ക്രൈസ്തവ വിശ്വാസത്തെ ഉയർത്തി കാണിക്കാൻ ജമീമ കാണിച്ച ആ ഒരു തീക്ഷ്ണത, അത് തീർച്ചയായിട്ടും നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അത് ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തത്, ഞാൻ ശാന്തയായിട്ട് ഇരുന്നതേ ഉള്ളൂ എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, ഈശോയ്ക്ക് നന്ദി പറയുന്ന പരാമർശം. പലപ്പോഴും നമുക്കറിയാം, പല ക്രൈസ്തവ വിശ്വാസികൾ പോലും നന്ദി പറയാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ അവർ തന്ത്രപൂർവ്വം അറിഞ്ഞോ അറിയാതെയോ ക്രിസ്തു എന്നൊരു വാക്ക്, ഈശോ എന്നൊരു വാക്ക്, ജീസസ് എന്നൊരു വാക്ക് പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഇവിടെ ജമീമ അവിടെ ജീസസ് നന്ദി പറയുന്നു, വചനം പറയുന്നു, വചനപ്രഘോഷണം തന്നെ അവിടെ നടത്തുന്നത് തീർച്ചയായിട്ടും അനേക ലക്ഷങ്ങളെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പ്രശസ്തിയേക്കാളൊക്കെ ഉപരി, എത്ര പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിയാൽ പോലും ദൈവവിശ്വാസം, ക്രിസ്തീയ വിശ്വാസത്തെ കൈവിടുകയില്ല, അല്ലെങ്കിൽ കർത്താവിന് നന്ദി പറയുന്ന ഒരു കൃതജ്ഞതാ പ്രകാശനത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ജമീമയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇന്നത്തെ ന്യൂ ജനറേഷന് എനിക്ക് തോന്നുന്നു ഒരു ജമീമയുടെ ആ ഒരു പ്രസംഗം എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ധ്യാനം കൂടിയ ഒരു അനുഭവം തന്നെയായിരിക്കും. കാരണം അത്ര വലിയൊരു സ്പോർട്സ് താരം ഒരു വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ കർത്താവിന് നന്ദി പറയുക, വചനം ഏറ്റു പറയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് വലിയൊരു ഉദാഹരണമാണ്. ആ ക്രൈസ്തവ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു പ്രസംഗം വലിയൊരു മാതൃക തന്നെയാണ്. അപ്പോൾ അരുൺ, നമുക്ക് ജമീമയുടെ ലൈഫിലേക്ക് കുറേ കൂടി വന്നു കഴിയുമ്പോൾ ആളുടെ ഉയർച്ച, 25 വയസ്സായിട്ടുള്ളൂ, പക്ഷേ ആളുടെ ഉയർച്ച എന്ന് പറയുന്നത് അങ്ങനെ സ്മൂത്ത് ആയിരുന്നില്ല. ഒരു റെഡ് കാർപ്പറ്റിലൂടെയല്ല ജമീമ ഉയർന്നു വന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ പല രീതിയിലുള്ള വെല്ലുവിളികൾ ജമീമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള ചില വിവാദങ്ങളിലൊക്കെ അകപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കുള്ള ജമീമയുടെ വളർച്ച തന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു. അപ്പോൾ നമുക്കത് എന്താണ് പറയുക, വളരെ
എടുത്തു കാണിക്കാവുന്ന ഒരു മാതൃക തന്നെയല്ലേ ഈ ഒരു വിശ്വാസ പ്രഘോഷണം. ആ ഒരു വിശ്വാസ പ്രഘോഷണമാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജമീമ നടത്തിയ ആ ഒരു വിശ്വാസ പ്രഘോഷണം ഈ കാലഘട്ടത്തിൽ ഒരു വിജയം ലഭിക്കുമ്പോൾ അഹങ്കരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു തലമുറ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ദൈവത്തെ മറക്കുന്ന ഒരു കാലഘട്ടത്തിൽ, നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ, സെക്കുലർ ചിന്തയിലേക്ക്, ഭൗതികവാദത്തിലേക്കൊക്കെ ഇന്നത്തെ തലമുറ വഴുതി വീഴുന്ന ഒരു സാഹചര്യത്തിൽ ജമീമ നടത്തിയൊരു വിശ്വാസ പ്രഘോഷണം എന്ന് പറയുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ളൊരു യുണീക്നെസ് ഇല്ല. ജോർജി, പലപ്പോഴും കർത്താവ് നമ്മുടെ വിശ്വാസത്തെ ഉരച്ചു നോക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒരുപക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു കൂട്ടം പേര് അവരും നമ്മളെ ഒന്ന് ഉരച്ചു നോക്കുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് അവസ്ഥയിലൂടെയും കടന്നുപോയ ഒരു വ്യക്തിയാണ് ജമീമ. ജമീമയുടെ ആ കഴിഞ്ഞ ദിവസത്തെ ആ സാക്ഷ്യത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ അവർ ആ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് പറയുന്ന വാക്കുകൾ, അതിൽ ഓരോ വാക്കിലും അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഈ ടൂർണമെൻറ്റിൻ്റെ എല്ലാ ദിവസങ്ങളിലും കരയുകയായിരുന്നു. മാസങ്ങളോളം അവർ വലിയൊരു ഉത്കണ്ഠയിലും വലിയൊരു വേദനയിലൂടെയും മനോവിഷമത്തിലൂടെയാണ് അവരെ കടന്നുപോയത്. അപ്പോൾ നമ്മൾ ജമീമനെ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ മറ്റെല്ലാം പല മീഡിയകളിലൂടെ വന്നു കഴിഞ്ഞാണ് എങ്കിൽ പോലും അത് ആവർത്തിക്കുകയാണ്. ജമീമയുടെ ലൈഫ് നോക്കുമ്പോൾ അവർ മാംഗ്ലൂരിൽ നിന്നും ബോംബെയിലേക്ക് കുടിയേറി ബാന്ദ്രയിൽ അവിടെ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂളിലാണ് അവർ പഠിച്ചു വളർന്നത്. 2014 കാലത്ത്, 2000-ലാണ് ജനിച്ചത്, 2014-15 കാലഘട്ടത്തിൽ തന്നെ അവർ അണ്ടർ 19 അവർ ഭാഗമായിട്ട്. പക്ഷേ അവർക്ക് ആ ക്യാമ്പിൽ വലിയ തിരിച്ചടികളായിരുന്നു. ഒരു വിധത്തിലും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് ജസ്റ്റ് 14 വയസ്സേ അവർക്ക് പ്രായമുള്ളൂ. അപ്പോൾ അന്ന് തന്നെ അവരുടെ ചെറുപ്പം മുതൽ തന്നെ അവരുടെ അപ്പനിൽ നിന്ന് ലഭിച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ വളർന്നൊരു കുട്ടിയാണ് ജമീമ. അപ്പോൾ അവൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവളെ ശക്തിപ്പെടുത്തിയൊരു വചനമുണ്ട്, ജെറമ്യ 29:11. നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ വചനമാണ് ജമീമയെ അവളുടെ ക്രിക്കറ്റ് കരിയറിൽ ആദ്യമായിട്ട് സ്വാധീനിച്ച വചനം. ഈ വചനത്തിൻ്റെ ശക്തിയിലാണ് പിന്നീട് അവൾ ആശ്രയിച്ചത്. നമുക്ക് പിന്നീടും അവളുടെ വളർച്ചയിലൊക്കെ കാണുമ്പോൾ അവൾ ഇന്ത്യയുടെ ടീമിൽ അംഗമാവുന്നുണ്ടെങ്കിലും, പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ 2024 തന്നെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ 11 പേരിൽ ഇടം പിടിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ പുറത്തായിരുന്നു. എപ്പോഴും മത്സരങ്ങൾ നടക്കുമ്പോഴെല്ലാം അവൾ പുറത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം ശ്രീലങ്കൻ പര്യടനം ഉണ്ടായി. അന്നും ആദ്യത്തെ 2 മത്സരങ്ങൾ അവൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം 3-ാം മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ഡക്കാണ്. ആദ്യ ബോളിൽ തന്നെ ആൾ ഔട്ടായി. അപ്പോൾ മാനസികമായിട്ട് ഇങ്ങനെ തളർന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ചരിത്രമുണ്ട്. 2023 നടന്നൊരു സംഭവമാണ്. ഈ സംഭവത്തിൻ്റെ എല്ലാം ആകത്തുകയിലാണ് അവൾ ഈ മത്സരത്തിൻ്റെ അവസാനത്തിൽ അവൾ തളർന്നുപോയി. മത്സരം അവസാനിക്കാറപ്പോഴേക്കും അവൾക്ക് ശക്തി നഷ്ടപ്പെട്ടു എന്ന് പറയാം. അവൾ ആ കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. എൻ്റെ ശക്തി നഷ്ടപ്പെട്ടു, എൻ്റെ എനർജി മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ സമയത്ത് എന്നെ കർത്താവ് ഓർമ്മിപ്പിച്ചൊരു വചനമുണ്ട്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാട് 14:14. പരിശുദ്ധ ബൈബിളിലും ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അവിടെ മോശയാണ് അന്ന് ഈ ജമീമയുടെ പൊസിഷനിൽ നിൽക്കുന്നത്. മോശ കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവ് പറയുന്നത് പോലെ ചെയ്ത് ഇസ്രായേൽ ജനത്തിനെ ഫറവോയുടെ അടിമത്തിൽ നിന്നും മോചിപ്പിച്ച് കൊണ്ടുവരികയാണ്. പക്ഷേ കർത്താവ് അവരെ കൊണ്ട് ചെന്നെത്തിച്ചത് ചെങ്കടലിൻ്റെ മുമ്പിലാണ്. ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ പിന്നിൽ ഫറവോ മനസ്സുമാറി ഫറവോൻ്റെ സൈന്യം പിന്നിൽ വരുന്നു. ആ സമയത്ത് മോശയ്ക്കെതിരെ ഇസ്രായേൽ ജനം പിറുപിറുക്കാൻ തുടങ്ങി. തങ്ങൾ വിട്ടുപോയ നാട് തന്നെയായിരുന്നു നല്ലത്, ഇത് ഞങ്ങളെ ഫറവോൻ്റെ കൈകളെ കൊല ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് കൊണ്ടുവന്ന് ജനം പിറുപിറുക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് മോശ പറഞ്ഞ വചനമാണ് ഇത്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇതേ വചനം തന്നെയാണ് ജമീമ അവിടെ ഏറ്റുപറയുന്നത്. ഞാൻ 2023 സംഭവത്തിലേക്ക് വരികയാണ്. 2023 ഗാർജിങ്കാന എന്ന് പറയുന്ന മുംബൈയിലെ തന്നെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും പഴയ സ്പോർട്സ് ക്ലബ്ബിൽ ജമീമയ്ക്ക് അംഗത്വം ലഭിക്കുകയാണ്. അവരുടെ പെർഫോമൻസിനെ എല്ലാം മാനിച്ചുകൊണ്ട് അവർ ഒരു അംഗത്വം കൊടുക്കുന്നു. അതിനുശേഷം ഇവരുടെ ജമീമയുടെ പിതാവ് അവരൊരു പാസ്റ്ററാണ്. അവർ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ആ ക്ലബിൻ്റെ നിയമാവലി അനുസരിച്ച് അവിടെ സ്പോർട്സ് ഇവൻറ്റ്സ് മാത്രമല്ല, അതിൽ അംഗമായവർക്ക് അവർക്ക് വേണമെങ്കിൽ ആ ക്ലബ്ബ് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം. ആ ഒരു പ്രിവിലേജ് ഉപയോഗിച്ച് അദ്ദേഹം അവിടെ ചില പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ നടത്തി. ബ്രദർ മാനുവൽ മിനിസ്ട്രീസിൻ്റെ ചില മീറ്റിങ്ങുകൾ അവിടെ നടന്നു. ഇത് നടന്നതിന് ശേഷം മുമ്പിൽ ചിലയിടങ്ങളിൽ നിന്ന് ചില കോലാഹലങ്ങൾ പുറപ്പെടുകയാണ്. അവർ പറയുകയാണ്, ഇത് മതപരിവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. ജമീമയുടെ പിതാവ് മതപരിവർത്തനം നടത്തുന്നു, ജമീമ അതിന് കൂട്ടു നിൽക്കുന്നു. അപ്പോൾ ജമീമയുടെ നേരെ പിതാവ് ചെയ്ത ആ പ്രവൃത്തിക്ക് പഴി കേൾക്കേണ്ടി വന്നത് ജമീമയ്ക്കാണ്. ജമീമ ആകെ തളർന്നുപോയി. ഇതിൻ്റെ ഭാഗമായിട്ട് ആ സ്പോർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് അവിടെ നയം വ്യക്തമാകുന്നുണ്ട്. ജമീമയുടെ ഫാദറും അവിടെ യാതൊന്നും നിയമവിരുദ്ധമായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൻ്റെ ചില പ്രദേശങ്ങളിലത്തെ അവസ്ഥ നമുക്കറിയാം. അതായത് ഒരു ക്രൈസ്തവർ ഒരു പ്രാർത്ഥന നടത്തിയാൽ അവർ ക്രിസ്തുവിൻ്റെ നാമം ഒന്ന് ഉച്ചരിച്ചാൽ പോലും അത് മതപരിവർത്തനമാണ്,
അത് നിർബന്ധിത മതപരിവർത്തനം എന്ന ലേബലിലേക്ക് മാറ്റുന്ന ഒരു കാലമാണ്. അപ്പോൾ അതേ ആരോപണം തന്നെയാണ് ഇവിടെ. വെറും ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് നടത്തിയത് അതിനെ മതപരിവർത്തനം, അതൊരു പബ്ലിക് സ്പേസിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതുപോലും, അതായത് വിശ്വാസം പ്രഘോഷിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥ. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള ഏത് മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം പ്രഘോഷിക്കാൻ നമ്മുടെ രാജ്യം അനുവാദം നൽകുന്നുണ്ട്. അവരുടെ വിശ്വാസം പ്രഘോഷിക്കാനും ഇവൻ അതിൽ വിശ്വസിക്കാൻ പോലും നമുക്ക് അനുവാദമുണ്ട്. ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനോ മതം മാറുവാനുള്ള അനുവാദമുണ്ട്. നിർബന്ധിത മതപരിവർത്തനത്തിന് മാത്രമാണ് വിഷയം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ജമീമയ്ക്കെതിരെ വന്നൊരു ആരോപണമുണ്ട്. ഈ ആരോപണത്തിന്റെ പുറകിൽ പിന്നീട് സൈബർ അറ്റാക്ക്, വലിയൊരു സൈബർ അറ്റാക്കാണ് ജമീമ നേരിടേണ്ടി വന്നത്. ജമീമ ക്രിസ്ത്യാനിയായ ഒറ്റ കാരണത്താൽ ജമീമയ്ക്ക് എതിരെ വലിയൊരു രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നു. അവർക്ക് പലതിനും മറുപടി പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇതേ സമയത്ത് തന്നെ ജമീമയുടെ ക്ലബ് അംഗത്വം റദ്ദ് ചെയ്യപ്പെട്ട അവസ്ഥയുണ്ടായി. ഇതുപോലെ തന്നെ ജമീമ 2015 അവരൊരു ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന അവരുടെ ഒരു ടോക്ക് ഉണ്ട്. ആ ടോക്ക് എടുത്തിട്ട് ജമീമയും ഈ മതപരിവർത്തന മാഫിയയിൽ അംഗമാണ് എന്ന രീതിയിലുള്ള അടുത്ത പ്രചരണം തുടങ്ങി. അതുപോലെ തന്നെ ജമീമ ഓരോ റീൽസ് ഇടുമ്പോൾ റീൽസ് എടുക്കാതെ റൺസ് എടുക്കുന്നുള്ള കമൻറ്റ് വന്നു. പാകിസ്ഥാൻ്റെ മുഹമ്മദ് റിസ്വാൻ എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റർ ഉണ്ട്. അദ്ദേഹം 2023 നെതർലാൻഡ്സിനെതിരെയുള്ള മത്സരത്തിൽ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ നിസ്കാരം നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതേ പേര് തന്നെ അവർ ജമീമയ്ക്ക് ചാർത്തി കൊടുത്തു. ഇന്ത്യയുടെ മുഹമ്മദ് റിസ്വാൻ എന്നുള്ള പേരാണ് ജമീമയ്ക്ക് അവർ കൊടുത്തത്. അപ്പോൾ കടുത്തൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ അവസ്ഥ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കർത്താവ് ജമീമയെ ഉരച്ചു നോക്കിയ സമയം. രണ്ട്, ഈ രാജ്യത്തിലെ തന്നെ ചിലർ അവർ ജമീമേനെ ഉരച്ചു നോക്കിയാണ് രാജ്യത്തോട് കൂറുണ്ടോ എന്ന കാര്യം. ഈ രണ്ട് പരീക്ഷണങ്ങളുടെ മധ്യ നിന്നുകൊണ്ടാണ് ജമീമ ഈ കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് മാറിയത്. അതായത് തൻ്റെ ദാസനെ കർത്താവ് ഉയർത്തുന്ന ഒരു സമയമുണ്ട്, തന്നെ മാനിക്കുന്നവരെ കർത്താവ് മാനിക്കുന്ന ഒരു സമയമുണ്ട്. ആ പിതാവിൻ്റെ വചനപ്രഘോഷണം അവിടെ നിന്നപ്പോൾ ആ പിതാവിൻ്റെ മകളിലൂടെ കർത്താവ് വചനപ്രഘോഷണം, അതും വലിയൊരു ഓഡിയൻസ്, ഇത്രയും വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ ഒരു ക്രിസ്തുവിനെ സാക്ഷി നൽകാനായിട്ട് കർത്താവ് ഒരു അവസരം ജമീമയ്ക്ക് നൽകുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പലപ്പോഴും ക്രിസ്തുവിനെ സാക്ഷ്യം കൊടുക്കാനായിട്ട് അത് ആർക്കും സാധിക്കുന്നുണ്ട്. സ്വന്തം വിശ്വാസം സാക്ഷ്യപ്പെടുത്താം. അത് രണ്ട് ഹിന്ദു സഹോദരങ്ങളെ ഞാൻ പറയുന്നത് കേട്ടു. നമ്മുടെ എത്രയോ ക്രിക്കറ്റേഴ്സ് ഉണ്ട്, പക്ഷെ അവരാരും സാക്ഷ്യപ്പെടുത്തുന്നില്ല. പക്ഷേ ജമീമ ഇവിടെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ആൾക്കാർക്ക് അത് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് അവർ കുറിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അത് ഏത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബോധ്യം, അവൻ്റെ വിശ്വാസം സാക്ഷ്യപ്പെടുത്താൻ നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട്, അധികാരമുണ്ട്. അവൻ്റെ ഈ രാജ്യത്ത് അവകാശമുണ്ട്. ഒറ്റ കാര്യ പ്രശ്നമുള്ളൂ, മറ്റുള്ളവരുടെ തല വെട്ടുമ്പോൾ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്ന ചില വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കൊല്ലപ്പെടുന്ന സമയത്തും തൻ്റെ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്ന അനേകരെയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് വ്യത്യാസം ഇരിക്കുന്നത്. അപ്പോൾ ജമീമ ഇപ്പോൾ കാണിച്ചെന്ന ആ മോഡലുണ്ട്. അവർ രണ്ട് കാര്യങ്ങളാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളാണ് കൂറ്. ഒന്ന്, അവരവരുടെ ബൈറ്റിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ 50കളിലേക്കോ എൻ്റെ 100ലേക്കോ അർദ്ധ സെഞ്ചുറിയോ ഒന്നുമല്ല ഞാൻ നോക്കിയത്, എൻ്റെ രാജ്യത്തെ ജയിപ്പിക്കുക, ഇത് മാത്രമാണ് ഞാൻ എൻ്റെ മുൻപിൽ കണ്ടത്. അപ്പോൾ രാജ്യത്തോടുള്ള കൂറിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി അവരെ പരിഹസിച്ചവർക്കും അവഹേളിച്ചവർക്കുള്ള ഒരു മധുര പ്രതികാരം അല്ലെങ്കിൽ അവരോട് ജമീമയ്ക്ക് പറയാനുള്ളത് ഇതായിരുന്നു. രണ്ട്, കർത്താവ് ഉറച്ചു നോക്കിയ കുറച്ച് വർഷങ്ങൾ, അവരുടെ കരിയറിൽ അവർക്ക് വന്ന വലിയ വലിയ ചലഞ്ചുകൾ. ഈ ചലഞ്ചുകളുടെ സമയത്തും ക്രിസ്തുവിനോടുള്ള വിശ്വാസം അവർ ഉറച്ചു പറഞ്ഞു. അവർ ആ ഇൻ്റർവ്യൂവിലെല്ലാം തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തില്ല, ഐ ആം നത്തിങ്. അതായത് അവൾ തിരിച്ചറിയുകയാണ്. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മോശ ചെങ്കടലിനെ വിഭജിച്ചപ്പോൾ കർത്താവിൻ്റെ വടി നീട്ടി ചെങ്കടലിനെ വിഭജിച്ചതുപോലെ ജമീമ അവളുടെ കയ്യിലുള്ള ബാറ്റ് നീട്ടി ആ മഞ്ഞക്കടലിനെ വിഭജിച്ച് ഇന്ത്യക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും അത് വിജയം നേടിയിരിക്കും. അപ്പോൾ റോബിൻ, കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ജമീമ റോഡ്രിഗസ് അത് ഈ ക്രിസ്ത്യൻ സെലിബ്രിറ്റീസിന് വലിയൊരു മാതൃകയാണ്. പലപ്പോഴും ഈ ക്രിസ്ത്യൻ സെലിബ്രിറ്റീസ് അത് ഏത് മേഖലയായിക്കോട്ടെ, രാഷ്ട്രീയ മേഖലയായിക്കോട്ടെ, സിനിമാ മേഖലയായിക്കോട്ടെ, മറ്റ് സാംസ്കാരിക മേഖലയായിക്കോട്ടെ, അവരിങ്ങനെ പെട്ടെന്ന് അങ്ങ് ഉയർന്നു വന്നു കഴിയുമ്പോൾ അവരെല്ലാവരുമല്ല, അവരിൽ പലരും പിന്നെ അവരുടെ ക്രിസ്തു വിശ്വാസത്തെ അങ്ങ് അത്ര ഗൗനിക്കത്തില്ല. കുറേ നാളുകൾക്ക് മുമ്പാണ് ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആൾ ഇങ്ങനെ അച്ചായൻ എന്ന പേരിൽ ബ്രാൻഡ് ചെയ്യാൻ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ്. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ അവർക്കൊക്കെ ഈ ജമീമ വലിയൊരു ചലഞ്ച് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ ജമീമ എന്തുകൊണ്ട് വൈറലായി മാറി? മാത്രമല്ല, ഈ ജമീമ ഇപ്പോൾ ക്രിസ്തു വിശ്വാസത്തെ ശക്തമായിട്ട് പ്രഘോഷിക്കുന്നത് ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് അത് വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ക്രിസ്തീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ അത് ഏറ്റുപിടിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പോലും അത് വർഗീയതയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഇതിൽ പോലും വർഗീയത കലർത്തുന്ന രീതിയിലുള്ള ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുള്ള മറുപടി. ജമീമ ജീസസ് എന്നുള്ള ഒരു പദം പറഞ്ഞപ്പോൾ അത് ഇത്രയും വൈറലാകാനുള്ള ഒരു കാരണം ഒന്ന്, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം ഫാദർ അനധികൃതമായിട്ട് ഈ സുവിശേഷ പ്രഘോഷത്തിന് വേണ്ടി ഇവരുടെ ക്ലബിൻ്റെ ഹാൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഇവരെ പുറത്താക്കിയ ഒരു സംഭവം.
അത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അതും കൃത്യമായി ഒരു വിഭാഗം ആളുകൾ അത് ചെയ്തു എന്നുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പറഞ്ഞ കാര്യം ഇത്ര വൈറലായി മാറുന്നത്. കാരണം അവർക്ക് അതൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു അടിയായി മാറുന്ന ഒരു സാഹചര്യം ആണ് ഇതിൽ നിന്നും ഉടലെടുത്തത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഏത് സാഹചര്യത്തിൽ നിന്ന്, ഇപ്പോൾ ഈ ക്രിക്കറ്റിൻ്റെ ഏത് സാഹചര്യത്തിൽ നിന്നാണ് ജമീമ ഇങ്ങനെയൊരു ഒരു സംഗതി സൃഷ്ടിച്ചെടുത്തത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ 12 ലോകകപ്പിൽ 7 ലോകകപ്പും ജയിച്ചത് ഈ ഓസ്ട്രേലിയയുടെ ഈ വുമൺസ് ക്രിക്കറ്റ് ടീമാണ്. ഈ വുമൺസ് ലോകകപ്പിൻ്റെ അതിൽ തന്നെ കഴിഞ്ഞ 15 മത്സരങ്ങളും ലോകകപ്പ് മത്സരങ്ങളും ഇവർ തോറ്റിട്ടില്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയ. എന്ന് വെച്ചാൽ അത്ര ശക്തമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള, ഇപ്പോൾ മെൻസ് ടീമിനെ പോലെ തന്നെ അതുപോലെ ശക്തമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഓസ്ട്രേലിയയുടെ ഈ വുമൺസ് ടീം എന്ന് പറയുന്നത്. ഇന്ത്യയുടേത് എന്നാൽ അത്രയും ശക്തമല്ല. നമുക്കറിയാം, കഴിഞ്ഞ 3 ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള മത്സരം തോറ്റു, ഈ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള മത്സരങ്ങളെല്ലാം തോറ്റാണ് ഇന്ത്യ വരുന്നത്. ന്യൂസിലാൻഡിനോടും അത് ഉള്ള മത്സരമാണ് ജയിച്ചത്. അതിനുശേഷം ബംഗ്ലാദേശിനോടുള്ള മത്സരം റിസൾട്ട് ഇല്ലാതെ പോയി. അങ്ങനെയൊക്കെയാണ് ഈ ഇന്ത്യ കടന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ലെവലിലാണ് ഇന്ത്യ വരുന്നത്. എനിക്ക് തോന്നുന്നു പണ്ട് കപിൽദേവ് ലോകകപ്പ് ജയിച്ച ആ കപിൽദേവിൻ്റെ ടീം ലോകകപ്പ് ജയിച്ച ആ ഒരു സമയത്തുള്ള ഒരു ഫീല് പലപ്പോഴും ഇതിനും വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയ 339 റൺസ് അടിച്ചപ്പോൾ ജയിച്ചു എന്ന് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് ആ മത്സരത്തിലേക്ക് ഇന്ത്യ ഇറങ്ങുന്നത് എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. അവിടെ നിന്നാണ്, അങ്ങനെ ഒരു അസാധ്യ സ്ഥലത്ത് നിന്നാണ് ജമീമ ഇങ്ങനെ ഒരു അത്ഭുതം സൃഷ്ടിച്ചെടുത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. ആ അത്ഭുതം സൃഷ്ടിച്ചെടുക്കാൻ എങ്ങനെ ജമീമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളിടത്ത് നിന്നാണ് അത് ഈ ദൈവവചനം, സ്റ്റേ കാം, ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ എന്ന് വെച്ചാൽ ആ ബൈബിളിലെ ആ വചനത്തിൻ്റെ ആ ഒരു ഡെപ്ത് ഉണ്ട്. ജമീമ അത് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആ സമയത്ത് ഈ ജമീമയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ അവസാന സമയത്ത് എന്തായിരുന്നു നിങ്ങളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്ന സംഗതി എന്തായിരുന്നു ചോദിക്കുമ്പോഴാണ് ജമീമ ഈ വചനം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അസാധ്യതയിൽ നിന്നും തോൽവി ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ നിന്നും, ഇത്രയും ശക്തമായ ഒരു ടീം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും ജമീമ ഇത് സൃഷ്ടിച്ചെടുക്കാൻ ജമീമയെ പ്രാപ്തയാക്കിയത് ഈ ബൈബിൾ വചനങ്ങളാണ്, ജീസസ് ആണ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലെ അതാണ് ആ ഡെപ്ത്. അത്രയും ഡെപ്ത് ഉണ്ട് ഇതിന്. അത്രയും വലിയ ബുദ്ധിമുട്ടിൽ നിന്നാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തത്. അത് ക്രിസ്തുവിലൂടെയാണ് എന്ന് പറയുന്നിടത്താണെന്നാണ് എന്തുകൊണ്ടാണ് നമ്മൾ ജമീമയെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. പലരും പറയുന്നുണ്ട് നമ്മൾ ജമീമയെക്കുറിച്ച്, ഇപ്പോൾ വേറെ എത്രയോ ക്രിക്കറ്റേഴ്സ് ഉണ്ട്, സെഞ്ചുറി അടിച്ച ക്രിക്കറ്റേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ വിജയങ്ങൾ കൊണ്ടുവന്ന ക്രിക്കറ്റേഴ്സ് ഉണ്ട്, അതിലും ഈ സ്മൃതി മന്ദാന അടക്കമുള്ള മികച്ച ക്രിക്കറ്റ് താരങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജമീമയെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നത്? അതിലൊരു വർഗീയതയില്ലേ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ പറയുന്നത് ഇതാണ്. കാരണം ദൈവത്തിൽ ആശ്രയിച്ച് ഒരു കാര്യം ചെയ്ത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അവിടെ നടന്നു എന്ന് ആ പ്ലെയർ തന്നെ അവിടെ അംഗീകരിക്കുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ക്രിസ്തുവിനെയാണ്, ക്രിസ്തു പ്രവർത്തിച്ച കാര്യങ്ങളെയാണ്. ക്രിസ്തു എന്താണ് ചെയ്യുന്നത്, ക്രിസ്തു എങ്ങനെ പ്രവർത്തിക്കും, ഒരു വചനത്തിലൂടെ ക്രിസ്തു എങ്ങനെ പ്രവർത്തിക്കുന്നു, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരിലൂടെ ക്രിസ്തു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർ തന്നെ പറഞ്ഞ് ആ ഒരു അത്ഭുതകരമായ ആ ഒരു സാക്ഷ്യത്തെയാണ് നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് നമ്മൾ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ചേർന്ന് നിന്നാൽ നിങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ വിഷയത്തിലൂടെ നിങ്ങൾ കാണുക എന്നാണ് നമ്മൾ അവരോട് പറയുന്നത്. അല്ലാതെ ഇതിനുള്ളിൽ വർഗീയതയോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. അത് മാത്രമാണ് നമ്മൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ജമീമയുടെ ഒരു വിശ്വാസ പ്രഘോഷണത്തിന് പിന്നിൽ കുടുംബത്തിന് വലിയൊരു പങ്കുണ്ട്. അതായത് കുടുംബത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചൊരു ഫോർമേഷൻ. ജമീമയുടെ പഴയൊരു ഇൻ്റർവ്യൂവിൽ ജമീമ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ക്രിക്കറ്റിനേക്കാൾ ഉപരി അവർക്ക് കുടുംബത്തിൽ പ്രാധാന്യം കൊടുത്തത് പ്രാർത്ഥനയ്ക്കായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ക്രിക്കറ്റ്, പ്രാർത്ഥനയ്ക്ക് ശേഷം വേറെന്തും, പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റുള്ള കാര്യങ്ങൾ. അപ്പം പ്രാർത്ഥനയുടെ ഒരു പ്രയോറിറ്റിയെ പറ്റി കുഞ്ഞുനാൾ മുതൽ ജമീമയുടെ മനസ്സിലേക്ക് കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു ഫോർമേഷൻ കൃത്യമായിട്ടും അത് ഇൻജെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഫോർമേഷനിൽ നിന്നാണ് ഇത്ര ധൈര്യത്തോടു കൂടി തന്നെ, ആ ധൈര്യം നമ്മൾ സമ്മതിക്കണം. ആ ധൈര്യം എന്ന് പറയുന്നത് ഒരു അസാമാന്യ ധൈര്യം തന്നെയാണ്. പലരും ഇത്തരത്തിലുള്ള വലിയൊരു ഫെയിം, കൈയടികൾ, ആൾക്കൂട്ടത്തിൻ്റെ ആരവം, ആൾക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികളൊക്കെ കാണുമ്പോൾ ദൈവവിശ്വാസത്തെ ഇങ്ങനെ നിരാകരിക്കും, ദൈവവിശ്വാസത്തെ ഇങ്ങനെ മൂടിപ്പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ധൈര്യത്തോടു കൂടി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ജമീമ, അത് കുടുംബത്തിൽ നിന്നും പ്രത്യേകിച്ച് ജമീമയുടെ ഫാദറിൽ നിന്നും, ഈ ഇവാൻ എന്ന് പറയുന്ന ഫാദറിൽ നിന്നും ലഭിച്ച ആ ഒരു ഫോർമേഷൻ അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. ഇന്നത്തെ കുടുംബങ്ങൾക്ക് എങ്ങനെ മക്കളെ ഈ ഇത്തരത്തിലൊരു ശക്തമായ വിശ്വാസ പ്രഘോഷണം നടത്തുവാൻ പ്രാപ്തരാക്കാം എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയാണ് ഈ പറയുന്ന ജമീമയുടെ കുടുംബവും ജമീമ നടത്തിയിട്ടുള്ള വിശ്വാസ പ്രഘോഷണം. ജമീമ റോഡ്രിഗസ്
ആ പെൺകുട്ടി നടത്തിയ ആ വിശ്വാസ പ്രഘോഷണത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു അവലോകനമായിരുന്നു നിലപാട് ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ നടത്തിയത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം പ്രേക്ഷകർ മനസ്സിലാക്കുക, ഈ ജമീമ റോഡ്രിഗസിനെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉയർത്തി കാണിച്ചത് ആ പെൺകുട്ടി ഇന്നലെ നടത്തിയ ആ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുമാത്രമല്ല, ഇനിയും ആ പെൺകുട്ടിയുടെ ജീവിതം മുന്നോട്ട് കിടക്കുന്നുണ്ട്. തുടർന്നും ഇതുപോലെ ശക്തമായിട്ടുള്ള നിലപാട് എടുക്കുവാൻ ആ പെൺകുട്ടിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഇനിയും പ്രശസ്തി കൂടുകയാണ്, ഇനിയും ലോകത്തിൻ്റെതായിട്ടുള്ള കയ്യടികൾ മുന്നോട്ട് വരികയാണ്, ലോകത്തിൻ്റെ വർണ്ണാഭമായിട്ടുള്ള ജീവിതവും മുന്നോട്ട് ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. അതിനാൽ തന്നെ ആ ഘട്ടങ്ങളിലൊക്കെ ശക്തമായ ഇതുപോലെ കഴിഞ്ഞ ദിവസം ക്രിസ്തീയ വിശ്വാസത്തെ ശക്തമായി പ്രഘോഷിച്ച രീതിയിൽ തന്നെ സ്വന്തം ജീവിതത്തിലും പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും ധീരതയോടെ വിശ്വാസം പ്രഘോഷിക്കുവാൻ ജമീമ റോഡ്രിഗസിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഉത്തമ ഒരു ക്രൈസ്തവ പെൺകുട്ടിയായി തീരുവാൻ ജമീമ റോഡ്രിഗസിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എത്ര വലിയ ഉയർച്ചകൾ ജീവിതത്തിലുണ്ടായാലും, എത്ര വലിയ നേട്ടങ്ങൾ ജീവിതത്തിലുണ്ടായാലും, പ്രശസ്തിയുടെ എത്ര വലിയ കൊടുമുടിയിൽ ഉയർന്ന് നിന്നാലും ജമീമ റോഡ്രിഗസിനെ പോലെ ക്രിസ്തീയ വിശ്വാസത്തെ പ്രഘോഷിക്കുവാൻ ഓരോ ക്രൈസ്തവ നാമധാരികൾക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് വിശ്വാസ പ്രഘോഷണത്തിൻ്റെ കാര്യത്തിൽ ഇന്നലെ ജമീമ റോഡ്രിഗസ് നടത്തിയ ആ വിശ്വാസ പ്രഘോഷണം ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ആ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.